പുതുതായി അനുവദിച്ച ഷൊർണൂർ കണ്ണൂർ സ്പെഷ്യൽ ട്രെയിനുകൾക്ക് പള്ളിപ്പുറത്ത് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പള്ളിപ്പുറത്ത് സ്റ്റോപ്പ് അനുവദിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് ജനജാഗ്രതാ സമിതി കുറ്റപ്പെടുത്തി. വിഷയത്തിൽ MP അബ്ദുസമദ് സമദാനിക്ക് നിവേദനവും കൈമാറിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് രാവിലെ 8:10 പുറപ്പെട്ട് 12:30 ഷൊർണൂരും വൈകിട്ട് 3:40 ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ട് 5:30 കണ്ണൂരും എത്തുന്നതാണ് തീവണ്ടികളുടെ സമയക്രമം. ആഴ്ചയിൽ 4 ദിവസമാണ് സർവീസ് നടത്തുന്നത്. നിലവിലെ പ്രഖ്യാപന പ്രകാരം കുറ്റിപ്പുറത്തിനും പട്ടാമ്പിക്കുമിടയിൽ തീവണ്ടികൾക്ക് സ്റ്റോപ്പില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം. തൃത്താലയിലെ 8 പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന ജനങ്ങൾക്ക് വളരെ ദൂരം സഞ്ചരിച്ച് പട്ടാമ്പിയിലോ കുറ്റിപ്പുറത്തോ എത്തി തീവണ്ടി കയറേണ്ട സാഹചര്യമാണ് ഇന്നിവിടെയുള്ളത്. അല്ലെങ്കിൽ ഈ പ്രദേശത്തൊക്കെയുള്ള ജനങ്ങളുടെ ഈ സ്റ്റേഷനെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അവരുടെ ഇതുവരെ ഇക്കാലം വരെയുള്ള ആവശ്യമാണ് ഒരു എക്സ്പ്രസ് ട്രെയിനെങ്കിലും പള്ളിപ്പുറത്ത് നിർത്തി കിട്ടണമെന്ന്. പക്ഷേ സ്പെഷ്യൽ എക്സ്പ്രസ് ആയിട്ട് ഓടുന്ന ചില പാസഞ്ചർ വണ്ടികളല്ലാതെ സ്ഥിരമായിട്ടുള്ള ഒരു എക്സ്പ്രസ് വണ്ടികളും പള്ളിപ്പുറത്ത് ഇതുവരെയും നിർത്തിയിട്ടില്ല. ഇപ്പോൾ ജൂലൈ മാസത്തെ ഒരു തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിൻ ഓടുന്നുണ്ട് കണ്ണൂർ മുതൽ ഷൊർണൂർ വരെയും തിരിച്ചും. ആ വണ്ടിയുടെ സ്റ്റോപ്പുകൾ പത്രത്തിൽ കാണുന്ന പ്രകാരം ആണെങ്കിൽ പള്ളിപ്പുറത്ത് ആ വണ്ടിക്ക് സ്റ്റോപ്പില്ല, അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഫലത്തിലൊരു പാസഞ്ചർ വണ്ടി പോലെ തന്നെ മിക്കവാറും എല്ലാ സ്റ്റേഷനുകളിലും നിർത്തുന്നതാണ്. പട്ടാമ്പി, കുറ്റിപ്പുറം, തിരൂര്, താനൂര്, പരപ്പനങ്ങാടി, അങ്ങനെ ഈ പള്ളിപ്പുറത്തെ മാത്രം ഒഴിവാക്കിയിട്ടുള്ളൊരവസ്ഥയാണ്. ഇവിടെ നമ്മുടെ ഈ ഭൂമിശാസ്ത്രപരമായ ഒരു കിടപ്പ് കൊണ്ട് ഒരു പ്രധാന റോഡ് നമ്മുടെ ഈ വഴിയിലൂടെ കടന്നു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ദൂരദേശത്തേക്കുള്ള യാത്രയ്ക്കായിട്ട് ജനങ്ങൾ പൂർണ്ണമായിട്ടും റെയിൽവേനെ ആശ്രയിക്കുന്നൊരു സ്ഥലമാണിത്. ഇവിടെയുള്ളൊരു 10-12 പഞ്ചായത്തുകളിലുള്ള ആളുകൾക്ക് ഈ തീവണ്ടി ആപ്പീസാണ് പുറം ലോകത്തേക്ക് പോകാനുള്ള ഒരു പ്രധാന വഴി. അതെ, ഈ തൃത്താല നിയോജക മണ്ഡലത്തിൽ തന്നെ വേറൊരു തീവണ്ടി ആപ്പീസും ഇല്ല. ഈ സാഹചര്യത്തിൽ പുതിയ തീവണ്ടികൾ സർവീസ് നടത്തുമ്പോൾ പള്ളിപ്പുറത്ത് സ്റ്റോപ്പ് അനുവദിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പുതിയ തീവണ്ടികൾക്ക് സ്റ്റോപ്പ് ഒഴിവാക്കിയത് പ്രതിഷേധാർഹമാണെന്ന് പള്ളിപ്പുറത്ത് ചേർന്ന ജനജാഗ്രതാ സമിതി യോഗത്തിലും ഉയർന്നുവന്നു. നമ്മുടെ സ്ഥലം MP-ക്കും റെയിൽവേ ഭരണാധികാരികൾക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പരാതികൾ നേരിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ പഞ്ചായത്ത് അധികൃതരും MP-ക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. എന്തായാലും ഞങ്ങളുടെ കൂടുതൽ കാലത്ത് ഒരുപാട് കാലങ്ങളായി ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഞങ്ങളുടെ ആവശ്യങ്ങളാണ് ഈ ഏരിയയിലുള്ള ഈ പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഏതെങ്കിലും എക്സ്പ്രസ് ട്രെയിനുകളൊക്കെ നിർത്തുക എന്നുള്ളത്. അതിതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഇവിടെ നിർത്തുക എന്നുള്ളത്. അപ്പോൾ അതിന് ജനജാഗ്രതാ സമിതി പള്ളിപ്പുറം ഇതിനുവേണ്ടി ഞങ്ങളുടെ കൂട്ടായ്മയിലൂടെ ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്. സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അബ്ദുസമദ് സമദാനി MP-ക്ക് ജനജാഗ്രതാ സമിതി അംഗങ്ങൾ നിവേദനവും നൽകി കഴിഞ്ഞു. 2 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള തൃത്താല നിയോജക മണ്ഡലത്തിലെ ഏക റെയിൽവേ സ്റ്റേഷനായ പള്ളിപ്പുറത്ത് നിന്ന് പ്രതിദിനം 100 കണക്കിന് യാത്രക്കാരുണ്ട്. വിഷയത്തിൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയായി കാത്തിരിക്കുകയാണ് നാട്ടുകാർ. NCV ന്യൂസ് തൃത്താല. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.